remarkable exertion of will from Kerala Blasters and the back line, all of them. അടിവേരറുത്തിട്ടാലേ ചിലവന്മാരൊക്കെ ചാവൂ എന്നൊരു ചൊല്ലുണ്ട് നമുക്കിടയിൽ. അതുപോലെ ഒന്നിനെയാണ് ഇന്നലെ കൊച്ചിയിലെ മൈതാനത്ത് നമ്മൾ സാക്ഷിയായത്. വിജയത്തിൽ കുറഞ്ഞതൊന്നും ആ മത്സരത്തെക്കുറിച്ച് ബ്ലാസ്റ്റേഴ്സോ ആരാധകരോ ഒന്ന് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല. നോർത്ത് ഈസ്റ്റിനെ ശിഥിലമാക്കി കഴിഞ്ഞാൽ ലഭിക്കാൻ പോകുന്ന സ്ഥാനക്കയറ്റവും പ്ലേ ഓഫ് പ്രതീക്ഷയും മാത്രം മതിയായിരുന്നു അതുവരെ എഴുതിത്തള്ളുവാൻ നിന്നവർക്ക് മറുപടി നൽകുക. എന്നാൽ മത്സരത്തിൻ്റെ 30-ാം മിനിറ്റിൽ 10 പേരായി ചുരുങ്ങുന്നവർക്ക് അത് സാധ്യമാകുമോ എന്നൊരു ചോദ്യമുണർന്നു. ശേഷം ആക്രമണങ്ങൾ തിരമാല കണക്കെ പ്രഹരിച്ചു കൊണ്ടിരുന്ന നോർത്ത് ഈസ്റ്റിനെതിരെ പ്രത്യാക്രമണങ്ങൾക്ക് അവസരമുണ്ടോ എന്നൊരു തോന്നലുമുണ്ടായി. അവിടെയാണ് ഈ മത്സരം സമനിലയിലെങ്കിലും അവസാനിക്കണമെന്നൊരു തീരുമാനമെടുക്കേണ്ടി വരുന്നത്. എന്ത് വില കൊടുത്തും എതിരാളികളുടെ ആത്മവിശ്വാസവും മുന്നേറ്റങ്ങളും തകർക്കുമെന്ന വിചാരമുണർന്നു. അതിലൂടെ ലഭിക്കുന്ന അവസരങ്ങൾ പ്രത്യാക്രമണത്തിന് മെരുക്കെടുക്കണമെന്ന ചിന്തയുണർന്നു. പിന്നീടുള്ള മിനിറ്റുകളെല്ലാം അതിനുള്ള തയ്യാറെടുപ്പുകളായി മാറി. പലരും തങ്ങളുടെ പൊസിഷൻ വിട്ട് താഴേക്ക് ഇറങ്ങി വരേണ്ടി വന്നു. എന്തിന്, നോഹ വരെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിനെ സഹായിക്കേണ്ടി വന്നു. 10 പേർക്കെതിരെ 11 പേർ തന്ത്രങ്ങൾ പലതും മെനഞ്ഞെടുക്കുമ്പോൾ അവർക്കുമുണ്ടായ ഒരു സംശയമുണ്ട്, ഇവന്മാരിത് എവിടെയൊക്കെയാണ് കളിക്കുന്നത് എന്ന്. കാരണം ബോക്സിൽ തങ്ങൾക്ക് ലഭിക്കുന്ന 2 നിർണായക അവസരങ്ങളെ തട്ടിമാറ്റുന്നത് കോമി പെപ്പ എന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രൈക്കറായിരുന്നില്ലേ. ഡ്രിൻസിച്ചും ഹോർമിപ്പാമും സന്ദീപുമെല്ലാം ഡിഫൻസിൽ മരണതുല്യമായ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത് ഒരു 18 വയസ്സുകാരൻ്റെ സാന്നിധ്യം തന്നെയാണ്. അത് റൈറ്റ് വിങ് റോളിൽ കളിക്കേണ്ടി വന്ന കോറോസിംഗ്. എന്തൊരു ആത്മാർത്ഥതയാണ് ആ പയ്യനിൽ. കളി മെനയുവാനും വേണ്ടി വന്നാൽ അത് തടയുവാനും എനിക്കാകുമെന്ന് അവൻ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. വീണ് കിട്ടുന്ന അവസരങ്ങളിൽ ജീവൻ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും ഒരു നിസ്സഹായ അവസ്ഥയാണ് എനിക്ക് തോന്നിയത്. കാരണം നോഹ വരെ കേരി ചെയ്തു പോകുന്ന പന്തിന്മേൽ അൺബാലൻസ് ആകുന്നുണ്ട്. അതൊരു വല്ലാത്ത നിമിഷം സമ്മാനിച്ചിരുന്നു. അതെ, ഇത് പോരാട്ടത്തിലൂടെ എതിരാളികളുടെ സമനില തെറ്റിച്ച് തന്ത്രങ്ങൾ തകർത്ത് നേടിയ സമനിലയായിരുന്നു. ഇതിന് 100 വിജയങ്ങൾക്ക് തുല്യമുണ്ട്. വന്നവരും നിന്നവരും മരണത്തിന് മാത്രമേ കീഴടങ്ങൂ എന്നൊരു തുറന്നു കാണിക്കലുണ്ടായിരുന്നു ഈ മത്സരത്തിന്. ഈ യുദ്ധത്തിൽ ഞങ്ങൾ ഇനിയും വീണു പോയിട്ടില്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട്. രണ്ട് കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിച്ച് ഈ കഥ ഇവിടെ അവസാനിപ്പിക്കാം. ഒന്ന്, ഈ മനുഷ്യനെക്കുറിച്ചാണ്. പലരും അയാളെക്കുറിച്ച്, അയാളുടെ കളിരീതിയെക്കുറിച്ച് അടക്കം പറഞ്ഞ് വിമർശിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് ഫാൻസിൽ ചേർന്നവരായിരിക്കും. ഇല്ലെങ്കിലും ഇങ്ങനെ പറയും, നിങ്ങൾക്ക് ഈ ഫുട്ബോളിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഒരു യഥാർത്ഥ ആരാധകനായി നിങ്ങൾ അയാളിലേക്ക് നോക്കുക, അയാളുടെ ആത്മാർത്ഥതയെ ദർശിക്കുക. അഡ്രിയാൻ ലൂണ എന്നത് നിങ്ങളോട് പല കാഴ്ചകളും പറയാതെ പറഞ്ഞു വയ്ക്കും. സച്ചിനെക്കുറിച്ച് പലപ്പോഴും പലരും വളരെ മോശമായി ചിത്രീകരിക്കാറുണ്ട്, വിമർശിക്കാറുണ്ട്. പക്ഷേ ഇന്നലെ ആ മത്സരം താൻ ഒരാൾ കൂടെ വിചാരിച്ചാൽ വിജയിക്കാമെന്നൊരു തോന്നലുണ്ടായിരുന്നു സച്ചിന്. അതാണ് ഇന്നലെ നമ്മൾ കണ്ടതും. ഡിഫൻസ് നൽകുന്ന വിശ്വാസം അതൊരു ഗോൾ കീപ്പറെ ഏറെ സുരക്ഷിതമാക്കാറുണ്ട്, അയാളുടെ ആത്മവിശ്വാസത്തെ ഉത്തേജിപ്പിക്കാറുണ്ട്. ഇന്നലെ അതാണ് നമ്മൾ സാക്ഷിയായത്. നിർണായക മത്സരത്തിൽ സച്ചിൻ എന്ന മാലാഖ വീണ്ടും അവതരിക്കുന്നു. അതെ, അവർ ഒന്ന് തുനിഞ്ഞിറങ്ങിയാൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാമെന്നവർ ഇന്നലെ തെളിയിച്ച് കഴിഞ്ഞിരിക്കുന്നു. പുരുഷോത്തമനും സംഘവും അതിലൊന്ന് തീർപ്പാക്കിയിട്ടേ ഈ കളം വിടൂ. പല ബഹുമാനപ്പെട്ടവും ചാത്തി നൽകപ്പെട്ട ആചാര്യയും സംഘത്തിനും ഇതൊരു പാഠമായിരിക്കട്ടെ. ഒരു ക്ലീഷേ ഡയലോഗ് കൂടെ കൂട്ടിച്ചേർക്കുന്നു. ചാരമാണെന്ന് കരുതി വെറുതെ ചെയ്യാൻ നിൽക്കരുത്, ചിലപ്പോൾ കൈപ്പൊള്ളിപ്പോകുക തന്നെ ചെയ്യും. ഇതുവരെ കണ്ടത് കൗതുകമാണെങ്കിൽ ഇനി വരാൻ പോകുന്നത് ബ്രഹ്മാണ്ഡമാണ്. ആ ബ്രഹ്മാണ്ഡ കാഴ്ചയ്ക്കായി ഞാനും നിങ്ങൾക്കൊപ്പം കാത്തിരിക്കും.